അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഹ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അംറു ഉമ്മുൽ ഹബായിസ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വന്യരായ ശൈഖുന ഉസ്താദ് അവറുകളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മറ്റു മുത്താലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഒരു വസ്തു നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശരീരത്തിൽ ചില രാസപരിണാമങ്ങൾ സൃഷ്ടിച്ച് തലച്ചോറിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമായ ഏതൊരു വസ്തുവിനെയും നാം ലഹരി എന്നാണ് വിളിക്കുന്നത്. ഒന്ന് ശ്വസിച്ചാൽ പോലും അടിമപ്പെട്ടു പോകുന്ന വിധത്തിൽ ലഹരികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മൂത്ത മകന് പണം കൊടുക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിലോ എത്ര മാതാപിതാക്കളാണ് ഇന്ന് കൊടും പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. ലഹരി മൂത്ത മകന് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ നൊന്ത് പ്രസവിച്ച മാതാവിൻ്റെ അടിവയറിലേക്ക് ചവിട്ടി ഇറക്കുന്ന മക്കൾ, ഏതൊരു ചുണ്ട് കൊണ്ടാണോ പൊന്നു സ്നേഹത്തോടെ മാതാപിതാക്കൾ ചുംബനങ്ങൾ അർപ്പിക്കുന്നത്, ആ ചുണ്ടിന് നേരെ കത്തി വാങ്ങുന്ന മക്കളുടെ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള കാരണം? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ അംറു ഉമ്മുൽ ഹബായിസ്, സർവ്വ തിന്മകളുടെയും മാതാവ് മദ്യമാണ്. കേവലം മദ്യം എന്നുള്ളത് ലഹരി സംഘത്തിൽപ്പെട്ട ഒരു അംഗം മാത്രമാണ്. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ക്യാമ്പസുകളിലുള്ള ലഹരി ഉപയോഗം എന്നുള്ളത്. എവിടേക്കാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? കേവലം വിദ്യാഭ്യാസം, സംസ്കാരം നിറഞ്ഞ തുജിമ്പേണ്ട കാലഘട്ടത്തിന്റെ ദിശ നിറയ്ക്കുന്നവരിൽ നിന്നാണ് ഈ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത്. ലഹരി ഉപയോഗിക്കുന്നതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ മസ്താക്കുന്നതും ഹറാമാണ്. വിശേഷ ബുദ്ധിയാണ് മനുഷ്യന്റെ ഇത്തരം ജീവിതങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാന ഘടകം. ഒന്ന് ചിരിക്കാനും ചിന്തിക്കാനും കാര്യങ്ങളെ വേർതിരിച്ച് അറിയാനുമുള്ള പ്രാപ്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. ലോകത്തുള്ള സചേതനും അചേതനുമായ സകലതും നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോൾ മനുഷ്യന്റെ മഹത്തായ ലക്ഷ്യം വരച്ചു കാട്ടുകയാണ് സൃഷ്ടാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയുക, അതിൽ രണ്ടിലും ദോഷങ്ങളുണ്ട്, ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. പക്ഷേ അവ രണ്ടിൻ്റെയും ദോഷം ജനങ്ങളുടെ പ്രയോജനത്തെക്കാൾ വലുതാണ്. ലൗകിക ജീവിതം നശ്വരമാണെന്നും പാരത്രിക വിജയത്തിലേക്കുള്ള കൃഷിയിടമാണെന്നും മനുഷ്യൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ തിരിച്ചറിവിന്റെ ഏറ്റവും വ്യത്യാസങ്ങളിൽ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. നന്മയെ നന്മയായി കാണാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇഖ്തിയാർ എന്ന പ്രമാണങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്വയം നിർണയങ്ങളിൽ വരുന്ന അപകടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദി അവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ലഹരിയിൽ നിന്നും രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.